ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം അനുവദിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം പരമാവധി 80,000 പേർക്ക് ദർശന സൗകര്യമൊരുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനം. മാനസയുണ്ട് വിശദാംശങ്ങളുമായി. മാനസ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? നന്ദു, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള അവലോകന യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം അനുവദിക്കാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ദിവസം പരമാവധി 80,000 പേർക്ക് ദർശന സൗകര്യം ഒരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ യാത്രാ വഴി തെരഞ്ഞെടുക്കാനുള്ള അവസരവും ഇത് ലഭ്യമാണ്. അതുവഴി തീർത്ഥാടകർക്ക് തിരക്ക് കുറഞ്ഞ യാത്ര വഴി തെരഞ്ഞെടുക്കാനാവും എന്നതാണ് പ്രധാനമായും ഉദ്ദേശിച്ച കാര്യം. കാനനപാതയിൽ ഭക്തർക്ക് ആവശ്യമായ സൗകര്യവും ഒരുക്കും. തിരക്കുള്ള സമയങ്ങളിൽ വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടി വന്നാൽ അതിനുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നിലയ്ക്കലിലും എരുമേലിയിലും പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്താനാണ് നിലവിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശബരിമലയിലേക്കുള്ള റോഡുകളുടെ പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെയും അറ്റകുറ്റപ്പണികൾ ഉടൻ തന്നെ പൂർത്തിയാക്കി ഇതിനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം വിശുദ്ധി സേനാംഗങ്ങൾക്ക് ആരോഗ്യ പരിശോധന നടത്തുകയും ആവശ്യമായ പരിശീലനം ഉറപ്പാക്കുകയും ചെയ്യും. ശബരിമല ഗസ്റ്റ് ഹൌസ് അറ്റകുറ്റപ്പണി ഈ മാസം 31-ന് പൂർത്തിയാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ പ്രണവം ഗസ്റ്റ് ഹൌസിന്റെ അറ്റകുറ്റപ്പണി നിലവിൽ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും യോഗത്തിൽ ഇത് സംബന്ധിച്ച് ശബരിമലയുമായി സംബന്ധിച്ച് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യാനുള്ള യോഗത്തിലാണ് ഇത്രയും കാര്യങ്ങൾ തീരുമാനമായിരിക്കുന്നത്. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, ചീഫ് സെക്രട്ടറി മുരളീധരൻ, സംസ്ഥാന പോലീസ് മേധാവി ADGP-മാരായ മനോജ് എബ്രഹാം, ശ്രീജിത്ത് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നന്ദു. ശരി, മാനസ മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.